we are designing the given table in HTML format. HTML ഫോമാറ്റിൽ നമ്മൾ ഈ തന്നിരിക്കുന്ന ടേബിൾ എങ്ങനെയാണ് HTML പ്രോഗ്രാമിംഗ് വെച്ച് ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് വി ഓപ്പൺ നോട്ട് പാഡ് ഫോർ റൈറ്റിംഗ് ദ HTML പ്രോഗ്രാം കോഡ്. HTML പ്രോഗ്രാം കോഡിന് വേണ്ടിയിട്ട് നമ്മൾ നോട്ട് പാഡ് ഓപ്പൺ ചെയ്തു. ദെൻ നമ്മൾ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ഓൾറെഡി തന്ന ആ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാണ്. And we know that HTML program code can be written in between opening HTML tag and closing HTML tag. Opening and closing HTML tag പേരിനുള്ളിലാണ് നമ്മൾ HTML program ടൈപ്പ് ചെയ്യുന്നത്. And the main two parts of an HTML program were head part and the body part. And all these two parts have closing tags too. HTML പ്രോഗ്രാമിന് രണ്ട് പാർട്സ് ഉള്ളത്, ഹെഡ് പാർട്ടും അതേപോലെ ബോഡി പാർട്ട്. ഹെഡ് പാർട്ടിൽ യൂസ് ചെയ്യുന്ന ടാഗാണ് ടൈറ്റിൽ ടാഗ്. ടൈറ്റിൽ ടാഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഡിഫൈൻസ് എ ഡോക്യുമെൻറ്റ് ടൈറ്റിൽ ദാറ്റ് ഇസ് ഷോൺ ഇൻ ദ ബ്രൗസർ ടൈറ്റിൽ ബാർ. നമ്മൾ ബ്രൗസറിൻ്റെ ടൈറ്റിൽ ബാറിൽ നമ്മൾ എന്താണോ ടൈറ്റിൽ ടാഗിൻ്റെ ഉള്ളിൽ കൊടുത്തത് അതാണ് നമുക്ക് കാണാൻ പറ്റും, നെയിമായിട്ടവിടെ കൊടുത്തിട്ടുണ്ടാവും. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ടൈറ്റിൽ ടാഗ് യൂസ് ചെയ്യുന്നത്. ഹിയർ ടേബിൾ ഈസ് യൂസ്ഡ് ആസ് എ ടൈറ്റിൽ ബിക്കോസ് ഇറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് ദാറ്റ് ക്വസ്റ്റ്യനായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു നെയിമാണ് നമ്മൾ ടേബിളിന് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് അവിടെ ടേബിൾ എന്ന് കൊടുത്തിരിക്കുന്നത്. ഹിയർ വി വാണ്ട് ടു ക്രിയേറ്റ് എ ടേബിൾ ലൈക്ക് ദിസ്. HTML table allow you to arrange data into rows and columns. മീൻസ് ഒരു ഡാറ്റേനെ റോ ആൻഡ് കോളം എന്ന രീതിയിൽ കൺവേർട്ട് ചെയ്താക്കാനാണ് നമുക്ക് ടേബിൾ യൂസ് ചെയ്യുന്നത്. ആൻഡ് ദ ടേബിൾ ടാഗ് ഡിഫൈൻസ് ദ ഓവറോൾ ടേബിൾ. കംപ്ലീറ്റ് ടേബിളിനെ നമുക്ക് ടേബിൾ ടാഗ്സ് വെച്ച് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ദ വർ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ടാഗ്സ്. Table border equal to 3. Here border is an attribute of table tag and it is used to put a border across all the cell. മീൻസ് നമ്മൾ ടേബിളിന് ഒരു ബോർഡർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ടേബിൾ ബോർഡർ എന്ന് പറഞ്ഞ് കൊടുക്കുന്നത്. മീൻസ് ഓപ്പണിംഗ് ടേബിൾ ടാഗിൻ്റെ ഉള്ളിലാണ് നമ്മളത് പ്രൊവൈഡ് ചെയ്യുന്നത്. കാരണം ഇപ്പോൾ നമുക്ക് ബോർഡർ വേണ്ട, മീൻസ് നമുക്ക് ബോർഡർ നമ്മൾ ടേബിളിന് ബോർഡർ വേണ്ട, അത് നമുക്ക് വേണമെങ്കിൽ 0 ആയിട്ട് കൊടുക്കാം. ഇഫ് യു ഡു നോട്ട് നീഡ് എ ബോർഡർ ദെൻ യു ക്യാൻ യൂസ് ബോർഡർ ഈക്വൽ ടു 0. Each table may have an associative caption that provides a short description of the table's purpose. The caption element is only permitted after the table start tag. മീൻസ് നമ്മൾ ക്യാപ്ഷൻ, ഇപ്പം ഇവിടെ ക്യാപ്ഷൻ എന്നുള്ളത് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ടേബിൾ ടാഗിൻ്റെ ഉള്ളിലാണ് നമ്മൾ ക്യാപ്ഷൻ കൊടുക്കുന്നത്. മീൻസ് ദാറ്റ് ക്യാപ്ഷൻ ഈസ് റിലേറ്റഡ് വിത്ത് ദാറ്റ് ടേബിൾ. ആ ടേബിളായിട്ട് റിലേറ്റഡ് ആയതുകൊണ്ട് നമ്മൾ ഓപ്പണിംഗ് ടേബിൾ ടാഗ് കൊടുത്തതിൻ്റെ ശേഷമാണ് നമ്മളിവിടെ ക്യാപ്ഷൻ കൊടുക്കുന്നത്. ദെൻ നമ്മളതിൽ കണ്ടപ്പോൾ ഒരു ക്യാപ്ഷൻ എന്നുള്ളത് ഭയങ്കര ബോൾഡായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സോ അതിന് വേണ്ടി ബോൾഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗാണ് ബി, ക്യാപിറ്റൽ ബി ദാറ്റ് റെപ്രസെൻറ്റ് ബോൾഡ്. ദെൻ നമ്മൾ ക്യാപ്ഷൻ എന്നൊരു ടാഗ് കൊടുത്തു, അതിൻ്റെ ഉള്ളിൽ നമ്മൾ ക്യാപ്ഷൻ കൊടുത്തു, ദെൻ ബോൾഡ് ടാഗ് ക്ലോസ് ചെയ്തു. ഇനി അവിടെ നിന്ന് അങ്ങോട്ടുള്ള മീൻസ് നമ്മൾ ക്യാപ്ഷനിലുള്ള ബാക്കി സെക്ഷൻ എന്ന് പറയുന്നത് ബോൾഡ് ആയിട്ടല്ല റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് നമ്മളവിടെ ബോൾഡ് ടാഗ് ക്ലോസ് ചെയ്തതിൻ്റെ ശേഷമാണ് ബാക്കി പോർഷൻ എഴുതുന്നത്. ദെൻ വി ഹാഡ് ക്ലോസൺ ദ ക്യാപ്ഷൻ ടാഗ്. These are the tags that can be used for creating a table. ഈ ടാഗ്സ് ആണ് നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ദെൻ TH മീൻസ് ടേബിൾ ഹെഡിങ്, TR ടേബിൾ റോ ആൻഡ് TD ടേബിൾ ഡാറ്റ. നമ്മൾ ടേബിൾ ആകുമ്പം അതിന് ഒരു ഹെഡിങ്ങും ഉണ്ടാവും, അതേപോലെ ഡാറ്റാസും ഉണ്ടാവും. നമ്മളൊരു ടേബിൾ എന്ന് പറയുമ്പം റോ ബൈ റോ ആയിട്ടാണ് നമ്മൾ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഈ ഒരു ടേബിൾ എങ്ങനെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. So first we are writing TR tag. TR tag defines a row in a table. ഒരു ടേബിളിൻ്റെ റോ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ TR ടാഗ് യൂസ് ചെയ്യുന്നത്. വിച്ച് മീൻസ് ഈച്ച് ടേബിൾ റോ ഈസ് ഡിഫൈൻഡ് വിത്ത് എ TR ടാഗ്. നമ്മൾ ഓരോ റോയും ഡിഫൈൻ ചെയ്യുന്നത് TR ടാഗ് വെച്ചിട്ടാണ്. ഇറ്റ് കണ്ടെയ്ൻ 1 or more TH or TD എലമെൻറ്റ്സ്. അതിൽ ഒന്നിൽ കൂടുതൽ TH അല്ലെങ്കിൽ TD എലമെൻറ്റ്സ് ഉണ്ടാവും. Which means in a table cells may either contain header information which can be represented as TH. മീൻസ് ഒരു ടേബിൾ എന്ന് പറയുമ്പോൾ അതിലൊരു ഹെഡ് പാർട്ട് ഉണ്ടാവും. നമ്മൾ പറഞ്ഞു ആ ഹെഡ് പാർട്ടിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് TH എന്നാണ്, മീൻസ് ഹെഡിങ്. The headings which are defined in TH tag are centered and bold by default. മീൻസ് നമ്മൾ TH വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്ന ടാഗ് എന്ന് പറയുമ്പോൾ അത് നമുക്ക് ഒരു മീൻസ് ബോൾഡ് ടാഗോ അതേപോലെ ലെഫ്റ്റ് അലൈനോ റൈറ്റ് അലൈനോ ഒന്നും കൊടുക്കാതെ തന്നെ അത് ബോൾഡായിരിക്കും. അതേപോലെ അത് സെൻറ്ററിലായിട്ടായിരിക്കും, ആ ടേബിളിൻ്റെ സെൻറ്ററിലായിട്ടായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുക. മീൻസ് ആ സെല്ലിൻ്റെ സെൻറ്ററിലായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുക. റോ ബൈ റോ ആയിട്ടാണ് പ്രോഗ്രാം കോഡ് ചെയ്തത്. സോ ഫസ്റ്റ് റോയിലുള്ളത്
ഹെഡിങ്സ് ആണ്, മീൻസ് പ്ലാനറ്റ്സ്, അതേപോലെ ഓരോ സെല്ലുള്ള ഹെഡിങ്. അപ്പോൾ അങ്ങനെ 3 സെൽസാണുള്ളത്. അപ്പോൾ 3 സെൽസ് ആയതുകൊണ്ട് ഓരോ സെല്ലും നമ്മൾ TH ടാഗ് പെയർ യൂസ് ചെയ്തിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് ഹെഡിങ് ഈസ് പ്ലാനറ്റ്, സോ ഇറ്റ് ഈസ് റിട്ടേൺ ഇൻ ബിറ്റ്വീൻ ദ ടാഗ് പെയർ ഓപ്പണിംഗ് TH ആൻഡ് ക്ലോസിംഗ് TH ടാഗ്. ഫസ്റ്റ് ഹെഡിങ് എന്നുള്ളത് നമ്മളിത് പ്ലാനറ്റ് ആണ്, മീൻസ് ഫസ്റ്റ് റോൻ്റെ സ്റ്റാർട്ടിങ്. അപ്പോൾ പ്ലാനറ്റ് എന്നുള്ളത് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് TH ടാഗിനുള്ള നമ്മൾ എഴുതി. ദെൻ നെക്സ്റ്റ് ഹെഡിങ് ഡേ ലെങ്ത് ഇൻ ഈച്ച് ഹവർ, അത് അടുത്ത ഹെഡിങ് ആയിട്ട് പ്രൊവൈഡ് ചെയ്തു. ദെൻ നെക്സ്റ്റ് ഇയർ ലെങ്ത് ഇൻ ഈച്ച് ഹവർ. ഇതൊക്കെ നമ്മൾ ഹെഡിങ് ടാഗ്സിൻ്റെ ഉള്ളിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇത്രയും ഹെഡിങ് ടാഗ്സ് നമ്മൾ കൊടുത്തു കഴിഞ്ഞു, മീൻസ് നമ്മൾ ആ ഫസ്റ്റ് റോ കംപ്ലീറ്റ് ആയി. ഫസ്റ്റ് റോ കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ഒരു റോ സ്റ്റാർട്ട് ചെയ്യുന്നതും എൻഡ് ചെയ്യുന്നതും TR ടാഗ് യൂസ് ചെയ്തിട്ടാണ്, മീൻസ് ടേബിൾ റോ യൂസ് ചെയ്തിട്ടാണ്. സോ ഇനി എൻഡ് ചെയ്യുക, മീൻസ് ഈ ഒരു ലൈൻ കംപ്ലീറ്റ് ആയതുകൊണ്ട് ഇനി നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗ് ക്ലോസിംഗ് TR ടാഗാണ്, ടു ക്ലോസ് ദാറ്റ് എൻ്റെ റോ. ഇഫ് യു ഫോർഗോട്ട് ടു ക്ലോസ് ദ TR ടാഗ്, ഇപ്പോൾ നമ്മൾ TR ടാഗ് ക്ലോസ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ആ ഒരു പ്രോഗ്രാം കോഡിൽ മറന്നു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സംഭവിക്കുന്ന ഡിഫോൾട്ട് എന്താണെന്ന് വെച്ചാൽ സെക്കൻഡ് റോയിലുള്ള ഡാറ്റയും കൂടെ പ്രിൻറ്റ് ചെയ്യുക ഫസ്റ്റ് റോയിലായിരിക്കും. ഫസ്റ്റ് റോ ക്രിയേറ്റ് ചെയ്യാനുള്ള പ്രോഗ്രാം കോഡ് എഴുതി കഴിഞ്ഞു. ഇനി ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. സോ ക്ലിക്ക് ഓൺ ഫയൽ, ദെൻ സേവ്, ദെൻ ക്ലിക്ക് ലോക്കൽ ഡിസ്ക്, ദെൻ യു വാണ്ട് ടു ക്രിയേറ്റ് എ ഫോൾഡർ. മീൻസ് നമ്മൾ ഒരു ഫോൾഡർ ഇവിടെ ക്രിയേറ്റ് ചെയ്യണമെന്ന് പറയാൻ കാരണം നമ്മൾ ഔട്ട്പുട്ട് ചെക്ക് ചെയ്യുമ്പം കറക്റ്റ് ആ ഫോൾഡർ, അല്ലെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് ചെക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ കറക്റ്റ് ലൊക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ദെൻ പ്രൊവൈഡ് എ ഫോൾഡർ നെയിം, ദെൻ അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ആ ഫോൾഡറിൽ നമ്മൾ പ്രോഗ്രാമിന് ഒരു പേര് കൊടുത്ത് സേവ് ചെയ്യാം. Then this program is related with the table, so the table name can be provided as table. There should be an extension for HTML programs, that is .html. നമ്മളൊരു HTML പ്രോഗ്രാം ആകുമ്പം അതിന് എക്സ്റ്റൻഷൻ ഉണ്ടാവും. സോ ഇവിടെ table.html എന്ന് പറഞ്ഞു സേവ് കൊടുത്തു. ഒന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ ജസ്റ്റ് നമ്മൾ എവിടെയാണോ ക്ലോസ് ചെയ്തത് അവിടെ തന്നെ വേണം നമ്മൾ റണ്ണും ചെയ്ത് നോക്കാം. അപ്പോൾ ജസ്റ്റ് നോട്ട് പാഡ് മിനിമൈസ് ചെയ്യാം. ദെൻ നമ്മൾ ലോക്കൽ ഡിസ്ക് ഇയിലായിരുന്നു സേവ് ചെയ്ത്, അതിൽ HTML ടേബിൾ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക്, ദെൻ ഓപ്പൺ വിത്ത്, റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഓപ്പൺ വിത്ത്, അതിൽ ക്രോം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. സോ ദിസ് ഈസ് ദ ഔട്ട്പുട്ട് വി ഹാഡ് ഗോട്ട്. ഇതാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഔട്ട്പുട്ട്. അതിൽ ഫസ്റ്റ് റോ ആണ് ക്രിയേറ്റ് ചെയ്തത്. ഫസ്റ്റ് റോ അതേപോലെ തന്നെ വന്നിട്ടുണ്ട്, പ്ലാനറ്റ്, അതേപോലെ ഡേയ്സ് ആൻഡ് ഇയേഴ്സ്, അതേപോലെ ഹെഡിങ്ങും പ്രോപ്പറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൊടുത്തതിൽ യാതൊരു മിസ്റ്റേക്കും ഇല്ല. സോ ടേബിൾ ബോർഡർ, ഇപ്പോൾ നമ്മൾ ടേബിൾ ബോർഡർ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ 1 എന്ന് പറഞ്ഞു കൊടുത്തു. ദെൻ ജസ്റ്റ് ഒന്ന് സേവ് ചെയ്തു. ദെൻ ഓപ്പൺ ദ ക്രോം ആൻഡ് ജസ്റ്റ് റീഫ്രഷ് ഇറ്റ്. സോ നമ്മൾ റീഫ്രഷ് ചെയ്യാണ്. അപ്പോൾ നമുക്കിതാ ബോർഡറിൻ്റെ തിക്നെസ് കുറഞ്ഞു, മീൻസ് 3 എന്ന് കൊടുത്തപ്പം ആ ബോർഡറിൻ്റെ തിക്നെസ് കുറച്ചുകൂടെ ഡാർക്കായിരുന്നു. ഇപ്പം 1 ആക്കിയപ്പോൾ തിക്നെസ് കുറച്ചുകൂടെ കുറഞ്ഞു. ഇനി ജസ്റ്റ് നമുക്കിനി ടേബിളിൽ കൊടുക്കാനുള്ളത് ഡാറ്റാസാണ്. ഇതുവരെ നമ്മൾ കൊടുത്തിരുന്ന ടേബിളിൻ്റെ ഹെഡിങ് ആയിരുന്നു. ഇനി അവിടെ നിന്ന് അങ്ങോട്ടുള്ളത് ടേബിൾ ഡാറ്റാസാണ്. മീൻസ് ടേബിൾ ഡാറ്റ മീൻസ് ഇറ്റ് ക്യാൻ ബി റിപ്രസെൻറ്റഡ് ആസ് TD. TD means table data, which is used to represent actual data cells. ഡാറ്റ സെൽസിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ TD യൂസ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് റോ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതുകൊണ്ട് വി ഹാഡ് പുട്ട് ഹിയർ ആസ് ഓപ്പണിംഗ് TR ടാഗ്. ഇനി നമുക്ക് കൊടുക്കാനുള്ളത് ഡാറ്റാസാണ്. അപ്പോൾ ഓരോ ഡാറ്റാസും നമ്മൾ കൊടുക്കുന്നത് TD ടാഗ്സിൻ്റെ ഉള്ളിലാണ്. സോ ഓപ്പണിംഗ് TD, ദെൻ മെർക്കുറി എന്ന് കൊടുത്തു, ദെൻ TD ക്ലോസ് ചെയ്യാം. ഹെഡിങ് ടാഗ്സിൻ്റെ സെക്ഷൻ ഇപ്പോൾ കഴിഞ്ഞു. മീൻസ് ഹെഡിങ് ടാഗ്സ് എന്നുള്ള നമ്മൾ ടേബിൾ ഹെഡിങ് ആയിരുന്നു, അതുകൊണ്ടാണ് TH എന്ന് പറഞ്ഞാൽ റെപ്രസെൻറ്റ് ചെയ്തത്. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ളതൊക്കെ നമ്മൾ ടേബിളിലുള്ള ഡാറ്റയാണ്. സോ അതിനെ നമ്മൾ TD എന്ന് പറഞ്ഞിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. TD ക്യാൻ ബി റെപ്രസെൻറ്റഡ് ഇൻ ദ സെയിം വേ ആസ് TH റെപ്രസെൻറ്റഡ്. നമ്മൾ TH എങ്ങനെയാണോ റെപ്രസെൻറ്റ് ചെയ്തത് ആ സെയിം വേ തന്നെയാണ് നമ്മൾ TD റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓപ്പണിംഗ് TR ടാഗിൻ്റെ ഉള്ളിലാണ് നമ്മൾ TD ഓരോന്നും, മീൻസ് ഓരോ ഡാറ്റയും ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് TD ടാഗിൻ്റെ ഉള്ളിലാണ് നമ്മൾ കൊടുക്കുന്നത്.
ഇതേപോലെ തന്നെ ബാക്കി റോസും അതേപോലെ തന്നെ ക്രിയേറ്റ് ചെയ്യാം. മീൻസ് നമ്മൾ TD ടാഗ് വെച്ചിട്ട് തന്നെയാണ് ബാക്കി എല്ലാ റോസും ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തത് ഫസ്റ്റ് റോ ആണ്. ആൻഡ് ദ സെക്കൻഡ് റോ എന്നുള്ളത് വീനസ് വെച്ചിട്ടാണ് വരുന്നത്. സോ നെക്സ്റ്റ് TR ടാഗ് വെച്ച് ഓപ്പൺ ചെയ്യുക. ദെൻ അതിൽ നമ്മളെ പ്രോഗ്രാം കോഡ് ടൈപ്പ് ചെയ്യുക. TR ടാഗ് ഓപ്പണിങ് TR ടാഗ് കൊടുത്തു. ദെൻ അതിൽ TD കൊടുത്തു. ദെൻ നമുക്ക് കൊടുക്കാനുള്ളത് വീനസ് ആയിരുന്നു. ദെൻ വീനസ് ടൈപ്പ് ചെയ്ത് TD ടാഗ് ക്ലോസ് ചെയ്തു. ഈ ഒരു രീതിയിൽ ആ ഒരു റോയിലുള്ള കംപ്ലീറ്റ് ഡാറ്റാസും അതേപോലെ ടൈപ്പ് ചെയ്യും. ഇപ്പോൾ വീനസ് കൊടുത്തു. ഇനി നെക്സ്റ്റ് മീൻസ് അതിന് നമ്പേഴ്സും കാര്യങ്ങളും വരുന്നുണ്ട്. നെക്സ്റ്റ് മീൻസ് ആ ഒരു കംപ്ലീറ്റ് റോയിൽ വരുന്ന ഡാറ്റാസ് നമ്മളിപ്പോൾ നമ്പർ വരുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് അതിൽ ഒരു ചേഞ്ചും വരുന്നില്ല. മീൻസ് ഇപ്പോൾ നമ്മളിപ്പോൾ C++ലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്പറാണ് റെപ്രസെൻ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മളതിനെ ഇൻറ്റ് വെച്ച് റെപ്രസെൻ്റ് ചെയ്യും. അതേപോലെ ക്യാരക്ടർ ആണെങ്കിൽ ക്യാർ വെച്ചിട്ട് അങ്ങനെയാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക. ബട്ട് ഹിയർ വി ഡോണ്ട് നീഡ് ഇറ്റ്. നമുക്കിവിടെ ജസ്റ്റ് നമ്പർ ആയാലും ക്യാരക്ടർ ആയാലും നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ട് തന്നെ ഇത് വളരെ ഈസിയാണ് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. ഏറ്റവും ഈസി ആയിട്ടുള്ള ലാംഗ്വേജാണ് HTML പ്രോഗ്രാമിംഗ് എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ സെക്കൻഡ് റോ ക്രിയേറ്റ് ചെയ്തു. മീൻസ് ടേബിൾ ഡാറ്റ വരുന്ന സെക്കൻഡ് റോ ക്രിയേറ്റ് ചെയ്തു. ഇനി തേർഡ് റോ അതേപോലെ തന്നെ TR ടാഗ് ക്ലോസ് ചെയ്ത് ഓപ്പൺ ചെയ്തു. ദെൻ വീണ്ടും ടാഗ് ഓപ്പൺ ചെയ്ത് കമൻസ് അതേപോലെ പ്രോപ്പറായിട്ട് നമ്മൾ ഫസ്റ്റ് കൊടുത്ത പോലെ തന്നെ ഹിയർ വി ഹാഡ് ഓപ്പൺ TD ടാഗ് ആൻഡ് റൈറ്റ് എർത്ത്. ദെൻ TD ടാഗ് ഈസ് ക്ലോസ്ഡ്. ലൈക്ക് ദിസ് മാനർ ഓൾ ദ പ്രോഗ്രാം കോഡ് ക്യാൻ ബി റിട്ടൺ. സോ നമ്മൾ ഫസ്റ്റ് ഒരു റോ ക്രിയേറ്റ് ചെയ്യുന്ന പഠിച്ചാൽ തന്നെ നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് ബാക്കി എൻ്റെ റോ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് പഠിക്കാം. സോ അതുകൊണ്ട് തന്നെ ഒരു ടേബിൾ വരുന്ന ഒരു പ്രോഗ്രാം പഠിക്കുക എന്നുള്ളത് വളരെ ഈസി ആയിട്ടുള്ള ടാസ്ക്കാണ്. ദെൻ വൺ മോർ റോ ഈസ് റിമൈനിങ്. ഒരു റോയും കൂടെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാണ്ട്. ദെൻ ഓപ്പണിങ് TD ടാഗ് കൊടുത്തു. ദെൻ TR ടാഗ് കൊടുത്തു. അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ TD കൊടുക്കുന്നത്. ഓക്കെ. സോ ടേബിൾ എന്ന് പറയുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഇത്രയും ടൈപ്സ് ടാഗാണ്. മീൻസ് ടേബിൾ ടാഗ്, ദെൻ TH ടാഗ്, TD ടാഗ് ആൻഡ് TR. മീൻസ് ടേബിൾ റോ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടാഗ്. അതേപോലെ ടേബിൾ ഹെഡിങ്, അതേപോലെ ടേബിൾ ഡാറ്റ. ആൻഡ് ഓൾ ദീസ് തിങ്സ് ആർ റിട്ടേൺ ഇൻ ബിറ്റ്വീൻ ദ ടേബിൾ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ടാഗ്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ക്യാപ്ഷൻ ഈസ് റിട്ടേൺ ഇൻസൈഡ് ദ ടേബിൾ ടാഗ്. നമ്മൾ ടേബിൾ ടാഗിൻ്റെ ഉള്ളിലാണ് ക്യാപ്ഷൻ കൊടുക്കുന്നത്. സോ നമ്മൾ ടേബിളിലുള്ള ഓരോ റോസും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ജസ്റ്റ് ടേബിൾ ക്ലോസിങ് ടാഗ് വെച്ച് ക്ലോസ് ചെയ്തു. ദെൻ ഇനി ഒന്ന് സേവ് ചെയ്യാം. സേവ് ചെയ്തപ്പോൾ നമ്മളിപ്പോൾ റൺ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ഔട്ട്പുട്ടാണ്. ദിസ് ഇസ് ദ ഔട്ട്പുട്ട് വി ഹാഡ് ഗോട്ട്. ദെൻ ചെക്ക് ഇറ്റ്. കറക്റ്റ് നമ്മൾ ക്വസ്റ്റ്യനിൽ തന്ന എന്താണോ അതേപോലെ തന്നെ ഒരു ടേബിളാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ചേഞ്ചസും ഇല്ല. കറക്റ്റായിട്ട് അതേപോലെ തന്നെ നമുക്ക് വന്നിട്ടുണ്ട്. സോ ദിസ് ഈസ് ദ വേ വി ആർ ക്രിയേറ്റിംഗ് ടേബിൾ ഇൻ HTML.